സിപിഎമ്മിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗിമിക്കാണ് വീണയ്ക്കും കമ്പനിക്കുമെതിരെയുള്ള ഇഡി അന്വേഷണമെന്ന് സിപിഎം കോൺഗ്രസ് പ്രസ്താവന പൊളിയുകയാണ്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അതായത് ഏപ്രിൽ 5 മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകമാകും എന്ന് സാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ SFI അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ KSIDCയുടെ ഹർജിയും 5-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കക്ഷത്തിലായിരിക്കും പിന്നീട് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കഴുത്ത്. ഏപ്രിൽ 5-ന് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി എന്ത് പറഞ്ഞാലും അത് സ്ഥാനമില്ലാതാക്കാൻ കാരണമാകും. വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി CMRL നടത്തിയ സാമ്പത്തിക ഇടപാടിൽ 3 വർഷം മുൻപേ പ്രാഥമിക വിവരശേഖരണം തുടങ്ങിയിരുന്നു. ഇതോടെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഇഡിക്ക് എളുപ്പമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 2021-ൽ ഇഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ വീണയുടെയും കർത്തയുടെയും കമ്പനികൾ നീക്കം നടത്തിയിരുന്നു. അതായത് 2021-ൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ വർഷമാണ് വീണയ്ക്കെതിരായ കേന്ദ്ര ഏജൻസികൾ പണി തുടങ്ങിയത്. കൊച്ചിയിലെ IT പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് CMRLന്റെ 2016 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാലും 135.54 കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തി. തുടർന്നായിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണം. CMRLുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജി കമ്പനി ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത്. 2022 നവംബറിൽ പ്രവർത്തനം മരവിപ്പിക്കുകയും ചെയ്തു. വീണയുടെ കമ്പനിക്ക് വായ്പയായി 78 ലക്ഷം രൂപ നൽകിയ ശശീന്ദ്രൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് CMRL ഇന്റം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടും ഇന്റം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇഡി തൽക്കാലം നിർത്തിയത്. 1 വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത്. 73.38 കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡ് CMRL വാദിച്ചത്. എന്നാൽ മൊത്തം 135.99 കോടി രൂപ വെളിപ്പെടുത്താത്ത കണക്കിലും അതിലെ 81.51 കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ്. വീണയ്ക്കും കമ്പനിക്കും നൽകിയ 1.72 കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിനും നികുതി നൽകണമെന്നും വിധിച്ചു. ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു. എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്രിമമോ നടന്നുവെന്ന് SFIയോ ഇഡി അന്വേഷണത്തിൽ ബോധ്യപ്പെടാൻ ഈ സംരക്ഷണം നഷ്ടമാകും. ഇതിനിടെ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ 12 കമ്പനികളിൽ 6 എണ്ണത്തിന്റെ പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിർദ്ദേശിച്ചു. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി 15-ന് അവസാനിച്ചിരുന്നു. ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനെ സമീപിച്ചത് ദുരൂഹതയായി. ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയാവുന്നവരാണ് ഇങ്ങനെയൊരു കൃത്യത്തിന് മുൻകൈയെടുത്തത്. ഓരോ കേസും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ബെഞ്ച് മനസ്സിലാക്കാൻ കഴിയും. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കൊള്ളരുതായ്മകൾ കേരള ഹൈക്കോടതിയിൽ നിരന്തരം ചോദ്യം ചെയ്യുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് മുന്നിൽ നിന്ന് വിയർക്കുകയാണ് സർക്കാർ.